ഇവിടെ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം. പി വിജയൻ ഇതിലൊരു കക്ഷിയാണ്, ഇപ്പുറത്ത് എം.ആർ. അജിത് കുമാർ മറ്റൊരു കക്ഷിയാണ്. രണ്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥരാണ്. എന്തിനാണ് പി വിജയൻ പുറത്തു നിൽക്കേണ്ടി വന്നത് ദീർഘകാലം? അദ്ദേഹം ഇങ്ങനെ പ്രതികളെ കൊണ്ടുപോകുന്ന വഴി പത്രക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമായിരിക്കും പത്രക്കാർക്ക്, അതിനപ്പുറത്ത് വേറൊന്നും സംഭവിക്കാനില്ല. പക്ഷെ അത് പറഞ്ഞു കൊടുത്തു എന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി വിജയനെതിരെ നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ എം.ആർ. അജിത് കുമാറിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഒന്നാലോചിച്ച് നോക്ക്. ഒന്ന്, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പോൾ ഒരു LDF സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പുറത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പൊളിറ്റിക്കലായി കമൻറ്റ് ചെയ്യാൻ ബാധ്യത സർക്കാരിനുണ്ട്. മറ്റൊന്ന്, ഏത് തരത്തിലാണ് IPS ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുമുണ്ട്. ഇതൊന്ന്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഈ സുജിത് ദാസിൻ്റെ പിന്നീടുള്ള മൊഴി, ആ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അതിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ കണ്ടെത്തൽ, ഇത് തുടർച്ചയായി ഒന്നാമത്തെ റിപ്പോർട്ടല്ല, ആദ്യത്തെ റിപ്പോർട്ടല്ല ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇതിനെതിരെ എം.ആർ. അജിത് കുമാറിനെതിരെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി അടുത്ത പൂരമാവുകയാണ്, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ പൂരം കലക്കിയതുമായി, ഈ പൂരമല്ല കേട്ടോ, അതിന് മുമ്പത്തെ പൂരം. അപ്പോൾ ആ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ എങ്ങനെയാണ് ദർവേഷ് സാഹിബിൻ്റെ റിപ്പോർട്ട്, DGPയുടെ റിപ്പോർട്ട് വന്നത്? അതിന്മേൽ പിന്നീട് ഈ ത്രിതല സമിതിയിലേക്ക് പോകുന്നതിനും അപ്പുറത്ത് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാമായിരുന്നത്? ഈ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായും അൻവർ ഇപ്പോൾ ഒത്തിരി ഉണ്ടയില്ലാത്ത വെടിവെക്കും. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് വെറുതെ ഒന്ന് സംശയിക്കാവുന്ന സാഹചര്യം. എന്തിനാണ് ഇത്രയധികം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? അതിപ്പോൾ ഒരു ADGP എന്ന നിലയ്ക്ക് ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ചുമ്മാ അങ്ങനെ നടപടിയൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സെൻകുമാറിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ സെൻകുമാർ അത് തിരുത്തുന്നു. അന്ന് കേരളത്തിലെമ്പാടും മാധ്യമങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് സെൻകുമാറിനൊപ്പം നിൽക്കുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷം അടക്കം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. അത് പിണറായി വിജയൻ പ്രസംഗിച്ചത് ഓർമ്മയുണ്ടല്ലോ. സെൻകുമാർ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല കേട്ടോ, പ്രതിപക്ഷത്തോട് പറയുന്നു. പിന്നീട് പുള്ളി BJPക്കൊപ്പം പോകുന്നു. അതുപോലെ ജേക്കബ് തോമസ് വരുന്നു, ഗംഭീരമായി കുറെ ബഹളമൊക്കെ വെക്കുന്നു, ചില റെയ്ഡുകളൊക്കെ നടത്തുന്നു, ആകെപ്പാടെ പുകിൽ. അത് കഴിഞ്ഞിട്ട് സ്രാവുകൾക്കിടയിൽ നീന്തി നേരെ BJPയിലെത്തി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ കാര്യത്തിൽ ചാടിക്കേറിയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമെന്ന് കരുതുന്നില്ല. മാത്രമല്ല, അനാവശ്യമായി വലിയൊരു വിവാദത്തിലേക്ക് കടക്കാനും സർക്കാർ ഒരുപക്ഷെ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ വകുപ്പ് തല അന്വേഷണത്തിന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്ന സാധ്യത.